ഞാൻ ചേട്ടാ അതേപോലെ ഭീഷ്മരുടെ കൂടെ മല്ലിടാൻ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ദുരന്തർ ട്യൂവും ആടുമാണ്. പിടിച്ചു നിൽക്കും. ഏതാ മല്ലിടാനായിട്ട് പിടിച്ചു നിൽക്കുന്നത്. പെയിന്റ് പണിക്കടയിലായിരുന്നു റിലീസ് നടന്നപ്പോ ഓടി പെയിന്റ് അടിക്കുന്നതിനാണ്. സന്തോഷം. കാരണം സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. അതന്നെ. പിന്നെ എല്ലാവരും പടം കാണുക. കുറച്ച് ദിവസമായിട്ട് ഹെയറിലായിരുന്നു, ഇപ്പം ഇറങ്ങിയില്ലേ? താങ്ക് യു. അത് നിങ്ങളൊക്കെ തന്നെയല്ലേ നമ്മളെ ആൾക്കാര്, നമ്മളെ ഇടയിലുള്ള ആൾക്കാർ. അതെ അതെ. ഞാനിങ്ങനെ ചമ്മലോടെ അല്ലേ, എന്തായിരുന്നു എന്റെ നീ തൊട്ടടുത്തിരിക്കുന്നത്, എന്റെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? അല്ല, എനിക്ക് ബബ്ബയിൽ ഇങ്ങനെ ഒരു കൈയടി കിട്ടിയിരുന്നു ഓൾറെഡി തിയേറ്ററിൽ. അപ്പൊ അതിന് അന്ന് ഇതേപോലെ എനിക്ക് തിയേറ്ററിൽ നിന്ന് കുറെ പേര്, നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ, പിന്നെ അടുത്ത ഷോയിൽ ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ഭയങ്കര കൈയടിയായിട്ട് എനിക്ക് അന്ന് കുറെ വീഡിയോ ഒക്കെ അയച്ചു തന്നു. ഇന്ന് നേരിട്ട് ഇത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒരുപാട് സ്നേഹം നിങ്ങളോട്. അല്ല, ആ ഒരു അല്ല, നീ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് അതിന്റെ എന്നെയും എക്സൈറ്റ് ചെയ്യിച്ചൊരു ഘടകം. അത് അങ്ങനെ തന്നെ മനസ്സിലായല്ലേ? താങ്ക് യു. അപ്പൊ അത് ഓക്കെ. വളരെ പെട്ടെന്നായിരുന്നു ഏതാ? അതെ, സാറിനെ പേടിച്ച് ചെയ്ത. അതെ അതെ അതെ. അത് വേറെ. ഞാൻ എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുന്നേ വരുന്നതിന് മുന്നേ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോ ഇവൻ വെയിറ്റ് കുറച്ചിട്ട് വന്നു, പക്ഷെ 5 കിലോ ഇവൻ കുറച്ചു. ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ സാറ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി 5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഫൈറ്റ് വന്ന സമയത്ത് എനിക്ക് ഓൾറെഡി ഈ കാല് ലുക്മാൻ വളയിലൊരു ചവിട്ടി ഒട്ടിയിട്ട് കയ്യിൽ പ്ലേറ്റ് ഇട്ടിരിക്കുക. ഇവിടെ മുട്ട് ഇതേപോലെ ചെറുങ്ങനെ തേയ്മാനം സംഭവിച്ച് മുട്ടിനും പ്രശ്നമുണ്ട്. അപ്പം ഈ പൊക്കിച്ചവിട്ടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒറ്റക്കാലിൽ പൊട്ടി ചവിട്ടുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത് വരും. കാരണം പക്ഷെ സെന്തിൽ സഹകരിച്ചു. അപ്പം വലിയ ഇതില്ലാതെ അടികൊണ്ട് സെന്തിലങ്ങ് പോയി. അപ്പൊ അധികം ചവിട്ടേണ്ടി വന്നില്ല. ആ ഒറ്റ ചവിട്ട് തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. ഫൈറ്റ് പിന്നെ ഫീനിക്സ് ആയിരുന്നില്ലേ? ഫീനിക്സ്, അതെ അതെ. അപ്പൊ ഫീനിക്സുമായിട്ട് ഓൾറെഡി കുറെ പടങ്ങൾ ഫൈറ്റ് ചെയ്തത് ഉള്ളതുകൊണ്ട് ഫീനിക്സുമായിട്ട് നല്ല സിങ്ക. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഇതൊന്നും ഒരേ മുഖത്തിലൊക്കെ അവസാനത്ത് അതും വിട്ടുകൊണ്ട് ചാവുന്ന അവസാനം മാത്രമേ ഉണ്ടാവും. ഫൈറ്റ് പിന്നെ ചെയ്തു പോകുമ്പോ അങ്ങനെ രസമാണ്. പക്ഷെ ഫിറ്റ്നസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ. അതെ, എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒരു ആരോഗ്യം കുറച്ചുകൂടെ ഒന്ന് ഫിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഉണ്ണിയുടെ ഫൈറ്റാണ്. ഉണ്ണി മറ്റേ കോളേജിൽ ക്യാൻറ്റീനിലൊരു LKG കുട്ടീനെ അടിച്ച് പിടിക്കുന്നുണ്ടല്ലോ, ചെറിയൊരു കുട്ടീനെ. അതിൽ ഉണ്ണിയുടെ അടി
അതൊരു ഒരു കമ്പെടുത്ത് വിരട്ടി വിട്ടാൽ മതിയായിരുന്നു. അപ്പൊ ഇതിനെ ഒരു പൂച്ചനെ കമ്പടിച്ചേ അപ്പടാ എന്ന് പറഞ്ഞില്ല. അത് സാറാ ഫൈറ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി നിർബന്ധിച്ച് വെച്ച ഫൈറ്റ് ആണ്. അതെ അതെ, ഫീനിക്സ് പ്രഭുവിനെ അവ ഇറക്കി, പൈസയും കൊടുത്ത് ഇറക്കി. പൈസ കൊടുത്ത് ഉണ്ണി ഇറക്കിയതാ ഫൈറ്റ്. നമ്മുടെ ഒരു ഫൈറ്റിന്റെ അവന് ഓടിച്ചു വിടുന്ന കേസിൽ ഉണ്ണിയേട്ടൻ ആ എന്നെ ഇങ്ങനെ ഒരു സിംഗിൾ പീസിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലടാ, ഞാൻ ഇനി ഫൈറ്റ് ഒന്നുമില്ല. നിങ്ങളെ ഫൈറ്റിനാരും വിളിക്കാതിരിക്കാനാണ് മുട്ടുപോയി കയ്യിൽ സ്റ്റീലാന്നൊക്കെ പറയണത്. അല്ല, അത് മറ്റേ ഇതിനകത്ത് വളരെ ചെറിയൊരു അടി, നല്ലൊരു അടി കിട്ടി അവൻ്റെ കയ്യിൽ നിന്ന്. നല്ല ചവിട്ടും ഇതൊക്കെയാ. ഇന്നത്തെ പുതിയ തലമുറ എല്ലാവർക്കും ഭയങ്കര ആവേശം കൂടുതലായതുകൊണ്ട് ഞാൻ ലുക്മാൻ അന്ന് ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്, അവനെന്റെ നെഞ്ചത്താണ് അത് ഫൈറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗ്യം ഉണ്ണിക്ക് എൻ്റെ കൂടെ, ഉണ്ണിയുടെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ഉണ്ണിയുടെ മുന്നിൽ ഞാൻ നിഷ്പ്രഭമായി പോയനെ. പിന്നെ സെന്തില് ഭയങ്കര കറക്റ്റായിരുന്നു. സെന്തില് ഭയങ്കര ടൈമിങ്ങും, സെന്തില് അടി കൊള്ളാൻ ആവേശം മൂത്തിട്ട് സെന്തില് ഇങ്ങനെ കേറി വരും. സെന്തില് ആ ഭാഷ നമ്മുടെ അടുത്ത് തീർത്ത്. അതെ അതെ അതെ, എന്റെ അടുത്ത് ഷാജുവിന്റെ അടുത്ത് 2 ചവിട്ട് കിട്ടിയല്ലേ എണ്ണ. അതെ 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 അതെ. വലിയ മുഴുനീള ഫൈറ്റ് ഒന്നും നമ്മൾക്ക് കോമഡിയും ഇതൊക്കെ മതിയടാ. പിന്നെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു പടം ഉണ്ട്, ഇടിയൻ ചന്തു. ഇടിച്ചല്ലോ, ആരെ കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നിയത് ഈ സിനിമയിലെ കുറച്ച് കണ്ടപ്പോൾ. ഞാൻ ചേട്ടാ, അതേപോലെ ഭീഷ്മരുടെ കൂടെ മല്ലിടാൻ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ദുരന്തർ 2-ഉം ആടുമാണ്. പിടിച്ചു നിൽക്കും. ഏതാ മല്ലിടാനായിട്ട് പിടിച്ചു നിൽക്കുന്നത്? ദുരന്തർ 2-ഉം ആടാണ് പിടിച്ചു നിൽക്കും. ഇതേ ചോദ്യം നിങ്ങൾ ദുരന്തർ 2-ന്റെ ആൾക്കാരോടും അവരോടും ചോദിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ? ടോക്സിക് റിലീസ് മാറ്റിയല്ലോ പേടിച്ചിട്ട്. അത് നമ്മുടെ സാറ് തന്നെ പറഞ്ഞേ, നമ്മുടെ ഇത് പേടിച്ചാണ് മാറ്റിയത്. അതുകൊണ്ട് ഒരുപാട് ചായ ഇവിടെ റെഡിയാണ്, പരിപാടി കഴിച്ചിട്ട് പോകാൻ. അതെ, അത്തരം തമാശകളൊക്കെ സാർ ആദ്യം തന്നെ കട്ട് ചെയ്തു ഞങ്ങള്. അത് വേണ്ട, അതുകൊണ്ട് ഞങ്ങള് അത് പേപ്പറിലുള്ളതും സ്ക്രിപ്റ്റിലുള്ളതും തമാശകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു തമാശ, കാരണം സ്ക്രിപ്റ്റ് തിരുത്താൻ പലരും ശ്രമിച്ചെങ്കിലും ഞാനത് അനുവദിച്ചില്ല. ചിലർ അതില്ലായിരുന്നു. അപ്പൊ ഓടി പോയ മൂത്രമൊഴിക്കാൻ പോയി. സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന പാറ്റേണൊക്കെ വിട്ടിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ത്രൂഔട്ട് പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു പ്രതീക്ഷ എക്സ്ട്രാ എഫേർട്ട് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തോന്നിയോ കണ്ടപ്പോ? കാരണം ഫൈറ്റ് പിന്നെ ചില ഒരു ഇമോഷണൽ സീനിലെ ആ ഒരു എക്സ്പ്രഷൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെ, അപ്പൊ എനിക്ക് ജെന്യുവൻലി തോന്നിയത് വിനീതേട്ടൻ നേരത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഇത്രയും സിനിമകൾ ചെയ്ത് ആ എക്സ്പീരിയൻസ് ധ്യാൻ എന്നൊരു നടനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നീ എന്താ കാശ് വാങ്ങിച്ചൊക്കെ പറയുന്നത് തെറ്റിദ്ധരിക്കും. പ്ലീസ്, നമുക്കിടയിൽ അതെ അതെ കൂടുന്നുണ്ട് ഇതൊന്നും വേണ്ട. അത് ഡിപ്പെൻസ്. ഇപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നന്നാവും എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമയുടെ കഥയും ബാക്കിയുള്ള ഉണ്ണിലാലും ഒക്കെ നന്നായല്ലേ കാര്യമുള്ളൂ. മൊത്തത്തിൽ നന്നാവണല്ലോ. അപ്പൊ എല്ലാം നന്നായി വരുമ്പോഴാണല്ലോ. ഇതിപ്പോ ഞാൻ മാത്രം നന്നായോണ്ട് സിനിമക്ക് ഗുണമില്ലല്ലോ. അതോടൊപ്പം തന്നെ സിനിമയാണല്ലോ, അല്ലെങ്കിൽ സിനിമയുടെ കഥയും ബാക്കിയുള്ള മേഖലകളൊക്കെ നന്നായി വരുമ്പോൾ ഒരു ആക്ടറും അതോടൊപ്പം തന്നെ വളരും. അതിനപ്പുറത്തേക്കൊന്നുമില്ല.